ഇത് പ്രത്യേകിച്ച് പരിപാടികളില്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് ക്ലൈമറ്റ് എൻ്റെ പാടെ നോക്കി. വിൻഡ്രായി വരുന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു ഇളം ചൂടുണ്ട്. അപ്പോൾ ഒരു നടക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാതിലിൽ നോക്കിയിരുന്നാണ് ഞാൻ ഇറങ്ങി. എന്നും പോണ വഴിക്ക് ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ കാണാറുണ്ട്. ഇന്ന് അവരെ കണ്ട് എന്താ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിചാരിച്ചു. സാധാരണ ഞാൻ രാവിലെ +2 ട്യൂഷന് പോകുന്ന ടൈമിലാണ് പെരിന്തൽമണ്ണങ്ങാടിയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണലുണ്ട്. അതുപോലെയുള്ള ആൾക്കാർ തന്നെയാണോ എനിക്ക് സംശയം. അങ്ങനെ അവരുടെ അടുത്തിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വിചാരിച്ചു. കുട്ടികളെ മനസ്സിലായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു കുട്ടീനെ അപ്പോൾ അതിനെ കളിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ തന്നെ അപ്പോൾ അവങ്ങൾ രാവിലെ ഇവിടെ വന്നിരിക്കും. കൊട്ടയും കൈക്കോട്ടും പാത്രം എല്ലായിടത്തും കണ്ട് ആരെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ വന്നുകൊണ്ട് അവരെ ജോലിക്ക് വിളിച്ചുണ്ടാവും. നമ്മൾ പെരിന്തൽമണ്ണങ്ങാടിയിലുള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അവർ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അവരെ തേടിങ്ങാണ്ട് ആൾക്കാർ വരുന്നവരെ അവർ കാർഡും കളിച്ച് സിഗരറ്റും വലിച്ച് അവിടെ ഇരിക്കും. അതിനിടയിലാണ് അവരുടെ കുട്ടികൾക്കുള്ള തീറ്റ കൊടുക്കലും കാര്യങ്ങളും. പക്ഷേ ഈ ഒരു മുതലിനെ വിട്ടുപോകാൻ എനിക്ക് തോന്നിയില്ല. അതിനിടയിലാണ് അവരെ തേടിങ്ങാണ്ട് ഒരാൾ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, സാലറിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. പ്രായം നോക്കാതെ മരിക്കുന്നത് വരെ പണിയെടുക്കാനുള്ളതാണ് ചൈനീസിൻ്റെ പോളിസി.